ദേശീയ പതാകയെ അപമാനിച്ച് മുതിർന്ന ബി.ജെ.പി. നേതാവും പാലക്കാട് നഗരസഭാ കൌൺസിലറുമായ എൻ ശിവരാജൻ ദേശീയ പതാകയ്ക്ക് പകരം കാവിക്കൊടി വേണമെന്ന് ശിവരാജൻ പറഞ്ഞു. ഭാരതാംബയെ ചൊല്ലിയുള്ള വിവാദം കൊഴുക്കുന്നതിനിടെയാണ് ബി.ജെ.പി. മുൻ ദേശീയ കൌൺസിൽ അംഗത്തിന്റെ വിവാദ പരാമർശം. വിഷയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസും ഡിവൈഎഫ്ഐയും മാർച്ച് സംഘടിപ്പിച്ചു. സംഭവത്തിൽ ശിവരാജനെതിരെ കോൺഗ്രസും ഡിവൈഎഫ്ഐയും പോലീസിൽ പരാതിയും നൽകി. LDF-ഉം UDF-ഉം ഭാരതാംബയെ അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് പാലക്കാട് ബി.ജെ.പി. ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിക്ക് പിന്നാലെയായിരുന്നു വിവാദ പരാമർശം. നിലവിലുള്ള ദേശീയ പതാക മാറ്റണമെന്നും പകരം കാവിക്കൊടി ആക്കണമെന്നുമായിരുന്നു എൻ ശിവരാജിന്റെ വാക്കുകൾ. ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു കൊടി വേറൊരു രാഷ്ട്രീയ പാർട്ടി ഉപയോഗിക്കാൻ പറ്റില്ല. കോൺഗ്രസ് വേണമെങ്കിൽ പച്ച പതാക ഉപയോഗിക്കട്ടെ, CPM വേണമെങ്കിൽ പച്ചയും വെള്ളയും ഉപയോഗിക്കട്ടെ. അവർ കാണുന്ന ഹറാമ് ഇന്ത്യയുടെ ദേശീയ പതാകയായി കാവിക്കൊടിയാകണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കോൺഗ്രസ് പച്ചപ്പതാക ഉപയോഗിക്കട്ടെ എന്നും ഇന്ത്യൻ ചരിത്രം അറിയാത്ത രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഇറ്റാലിയൻ കൊടി ഉപയോഗിക്കട്ടെ എന്നും ശിവരാജൻ അധിക്ഷേപിച്ചു. സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ ചരിത്രം അറിയുമോ? രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ ചരിത്രം അറിയുമോ? പ്രിയങ്ക ഗാന്ധിക്ക് ഇന്ത്യൻ ചരിത്രം അറിയുമോ? എന്ത് ചരിത്രം? ഇവർക്ക് എന്തെങ്കിലും ചരിത്രം അറിയുമോ? ഇവരാണ് ഈ കൊടി ഉപയോഗിക്കുന്നത്. അവർക്ക് ഇറ്റാലിയൻ കൊടി ഉപയോഗിക്കട്ടെ. മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെയും അധിക്ഷേപ പരാമർശങ്ങൾ നടത്തി. ഭാരതാംബയുടെ ജനിച്ച ഭാരതാംബയുടെ ചിത്രം ആര് വരച്ചു, എപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ആരാണ് എഴുതിയതാണ് ശവൻകുട്ടി ചോദിക്കുന്നത്. ശവൻകുട്ടിയോട് ചോദിക്കുന്നത് കാരൽ മാർക്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരാണ് കാരൽ മാർക്സ്? മാർക്സിൻ്റെ ഫോട്ടോ വയ്ക്കാൻ കാരൽ മാർക്സ് നിങ്ങളുടെ മുത്തപ്പനാണോ? കാരൽ മാർക്സിൻ്റെ പേര് ആരാ വരച്ചോ? ആരാ കമ്മ്യൂണിസം കൊണ്ടുവന്നത്? ഇത് ശിവൻകുട്ടി പറയണം. വിഷയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ദേശീയ പതാക ഉയർത്തി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വിവാദ പ്രസ്താവനയിൽ ശിവരാജനെതിരെ രാജ്യദ്രോഹം ചുമത്തി കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകി. ഇത് വലിയൊരു വികാരത്തിന്റെ ഇതാണ്. അതിനെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത്. അതിന്റെ ഗൗരവം അദ്ദേഹം മനസ്സിലാക്കിയില്ല തോന്നുന്നു. ഭരണഘടനയുടെ ആമുഖം ഉയർത്തിപ്പിടിച്ച് ഡിവൈഎഫ്ഐയും പ്രതിഷേധ മാർച്ച് നടത്തി. ദേശീയ പതാകയെ അപമാനിച്ചതിനും മന്ത്രി വി ശിവൻകുട്ടിക്കുമെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതിനും ഡിവൈഎഫ്ഐയും പരാതി നൽകി. ശിവരാജന്റെ പ്രസ്താവനയിൽ ബി.ജെ.പി. നേതൃത്വം പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ന്യൂസ് മലയാളം, പാലക്കാട്.